ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം പുകയുന്നു. ധാക്ക, ചിറ്റഗോങ് തുടങ്ങിയ നഗരങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വ്യാപക ആക്രമണം നടത്തി. ഇസ്ലാമിസ്റ്റുകൾ ദിപു ചന്ദ്രദാസ് എന്ന യുവാവിനെ കൊല്ലുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് അതിർത്തികളിൽ സൈന്യം പട്രോളിംഗ് ശക്തമാക്കി. ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ തീവ്ര ഇസ്ലാമിസ്റ്റ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ കലാപം ആളിക്കത്തുകയാണ്. ധാക്ക, ചിറ്റഗോങ് തുടങ്ങിയ നഗരങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിരവധി കെട്ടിടങ്ങൾക്ക് തീവെച്ചു. കഴിഞ്ഞ ദിവസം ഇസ്ലാമിസ്റ്റുകൾ ദിപു ചന്ദ്രദാസ് എന്ന യുവാവിനെ കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മതനിന്ദ ആരോപിച്ചായിരുന്നു ബലൂക്ക ഉപസലിയിലെ ടെക്സ്റ്റൈൽസ് ജീവനക്കാരൻ ദിപു ചന്ദ്രദാസിനെ അക്രമികൾ ക്രൂരമായി വധിച്ചത്. നിരവധി വീടുകളും മാധ്യമ സ്ഥാപനങ്ങളും അവാമി ലീഗ് പാർട്ടി ഓഫീസും തീവെച്ച് നശിപ്പിച്ചു. കലാപത്തിൽ ഭാരതവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശുമായുള്ള കര സമുദ്രാതിർത്തികളിൽ സൈന്യം പെട്രോളിംഗ് ശക്തമാക്കി. തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രസ്താവന നടത്തിയിരുന്ന ഷെരീഫ് ഉസ്മാന് ഡിസംബർ 12 ധാക്കയിൽ വെച്ചാണ് അജ്ഞാതരുടെ വെടിയേറ്റത്. ഇയാളെ ആക്രമിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. നിലവിൽ സംഘർഷം നിയന്ത്രിക്കാനും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും മേധാവി മുഹമ്മദ് യൂനുസും. ജനം, ഡൽഹി.